നാം എല്ലാവരും സർക്കസ് കണ്ടിട്ടുള്ളവരാണല്ലോ. സർക്കസിലെ ഒരു പ്രധാന ഐറ്റമാണ് ഊഞ്ഞാലാട്ടം. നാം ശ്രദ്ധിച്ചാൽ ഈ ഊഞ്ഞാലാട്ടം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. കൂടാരത്തിൻ്റെ നടുക്കുള്ള ഊഞ്ഞാലിൽ ഒരു വ്യക്തി കാലുകളിൽ തൂങ്ങിക്കിടക്കുന്നു. സൈഡിൽ നിന്നും ഊഞ്ഞാലിൽ ആടി വരുന്ന വ്യക്തികൾ ആ ഊഞ്ഞാലിൽ നിന്നും കൈവിട്ട് നടുക്ക് തൂങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് ചാടി പിടിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിട്ട് ചാടി ഊഞ്ഞാലാടുന്നത് കണ്ടിരിക്കുവാൻ നല്ല രസമാണ്. ഇതുതന്നെയാണ് കാൽവറി ക്രൂശിലും നടന്നത്. പിതാവാം ദൈവത്തിൻ്റെ കൈകളിൽ നിന്നും പിടിവിട്ട് മാനവരാശിയെ മുഴുവൻ തൻ്റെ മാർവോട് ചേർത്ത് നിർത്തുന്ന യേശു കർത്താവ്. ഈ ഒരു നിമിഷത്തിലാണ് ആദാമ്യ പാപത്തിലൂടെ മനുഷ്യരിലേക്ക് പ്രവഹിക്കപ്പെട്ട പാപം മുഴുവൻ യേശു കർത്താവിൻ്റെ മേൽ ചുമത്തുന്നത്. അപ്പോഴാണ് യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന്. നിരാശ, അധൈര്യം, സംശയം, പരീക്ഷ ഇവയോടുള്ള നമ്മുടെ സമീപനം എപ്രകാരമാണ്? യഥാർത്ഥമായി പിതാവാം ദൈവം പുത്രനായ യേശു കർത്താവിനെ കൈവിട്ടോ? ഇവിടെ കൈവിടപ്പെട്ടു എന്ന് തോന്നിയേക്കാം, എങ്കിലും ഒരിക്കലും കൈവിടപ്പെട്ടില്ല. പിന്നെയോ കൈവിടപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ യേശുവിനും നമ്മെ സഹായിപ്പാൻ സാധ്യമാകുകയുള്ളൂ. കാരണം പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ യേശു കർത്താവ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ വഴികളിലും നമ്മളെ നടത്തുവാൻ അവൻ മതിയായവനാണ്. ആദ്യ മാതാപിതാക്കന്മാർ 3 കാര്യങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടു. 1 ജഡമോഹം, 2 കൺമോഹം, 3 ജീവനത്തിൻ്റെ പ്രതാപം. ഹൗവ വൃക്ഷശിഖരങ്ങളിൽ നോക്കിയപ്പോൾ അതിൻ്റെ ഫലം ഭക്ഷിപ്പാൻ നല്ലതെന്ന് തോന്നി. അത് ജഡമോഹം. അത് കാണുവാൻ ഭംഗിയുള്ളതെന്ന് സങ്കല്പിച്ചു. അത് കൺമോഹം. ജ്ഞാനം പ്രാപിപ്പാൻ കൊള്ളാമെന്ന് തീരുമാനിച്ചു. അത് ജീവനത്തിൻ്റെ പ്രതാപം. ദോഷലേശമില്ലാത്ത ആദ്യ മാതാവ് ഇപ്രകാരം ദുഷ്ടൻ്റെ വശീകരണത്തിന് വശപ്പെടുകയും ആദാം ഭാര്യയുടെ അഭിലാഷത്തിന് തലകുനിക്കുകയും ചെയ്തു. ഇങ്ങനെ ആദാമ്യ കുലം പാപത്തിന് അടിമപ്പെടുകയും ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ ആധിപത്യം ഏറ്റു. രണ്ടാമത്തെ ആദാമായ ദൈവപുത്രനും സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. എങ്കിലും പരാജിതനാകാതെ വിജയം വരിക്കുകയാണ് ഉണ്ടായത്. മരുഭൂമിയിൽ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ സാത്താനെ ജയിക്കുവാൻ യേശു ദൈവവചനമാണ് ആയുധമായി ഉപയോഗിച്ചത്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാചു അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക എന്ന് പറഞ്ഞു. അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന ദൈവവചനമാണ് യേശു ഉപയോഗിച്ചത്. എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും തരാമെന്ന് പറഞ്ഞ സാത്താനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ ജയിക്കുവാൻ യേശു കർത്താവ് ഉപയോഗിച്ചത് ദൈവവചനമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. യേശു നമുക്ക് നല്ലൊരു മാതൃകയാണ് ഇവിടെ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, സംശയം വരുമ്പോൾ, ധൈര്യം ചോർന്നു പോകുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ ജയിക്കുവാൻ ദൈവവചനം ഉപയോഗിക്കണം. തിന്മയോട് പോരാടുക എന്നുള്ളതിനേക്കാൾ പ്രയാസമാണ് സംശയം എന്ന മാരക രോഗത്തോട് പോരാടുക എന്നുള്ളത്. സംശയം വളരെ അപകടകാരിയാണ്.
സംശയം പിശാചിൻ്റെ മൂശയിൽ വാർത്തെടുത്ത ആയുധം ആണ്. സംശയത്തിൻ്റെ പേരിൽ പല കുടുംബ ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്താവിനെ കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുക്കുന്ന കാലം. പ്രായമുള്ള മക്കളെ ഉപേക്ഷിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കൂടെ ജീവിക്കുവാൻ പോകുന്ന അധ്യാപകരുള്ള കാലം. വൈബ് ഷെയറിങ്ങിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഉന്നത സ്ഥാനമുള്ളവരും വിദ്യാസമ്പന്നരുമുള്ള ലോകം. മാതാപിതാക്കളെ നിർദാക്ഷിണ്യം കൊല ചെയ്യുന്ന തലമുറ. നിരാശയും അധൈര്യവും സംശയവും നമ്മുടെ സമൂഹത്തെ കാർന്നു നിൽക്കുമ്പോൾ യേശുവിന് മാത്രമേ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ.